പൈസ, സാമ്പത്തികം, വരുമാനം അതിൽ കൂടെ വന്നിട്ട് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ചത്തോന്നറിയാൻ വന്നതാണോടാ? സത്യം പറയും, എന്തൊരു ചെയ്തേ? അച്ഛനും കണക്കാൻ മോനും കണക്കാ. ചേട്ടൻ ഇത്ര വെയിൽ കൊണ്ടിട്ട് എന്താ ചേട്ടൻ കരുവാളിക്കാത്തേന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ട്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ചേട്ടൻ ഇതിന്ന് വെള്ളം എടുത്തിട്ടാണോ നനയ്ക്കാറ്? എന്തോരം നേരം വേണമെന്നറിയാതെ പിന്നെ നിറയ്ക്കണെങ്കി ഒരു വക ഇരട്ടിപ്പണി. ഇത് എങ്ങനെയത് ഇങ്ങനത്തെ ബുദ്ധി വരുന്ന ചേട്ടന്റെ തലയില്? എനിക്ക് ഒരു ബുദ്ധിയിലാണ്, ഒരു ഒന്നിനും കൊള്ളാത്ത പേട്ട് തലാന്ന്. അത്ര മോശം തരുന്നല്ലേട്ടാ. അങ്ങനെ നമ്മുടെ വേറൊരു ദിവസം കൂടി നമ്മൾ തുടങ്ങാൻ കേട്ടാ. പറമ്പിലേക്ക് പോണ് നമ്മള്. പറമ്പിലേക്ക് പോകാൻ തന്നെ ബക്കറ്റ് പറമ്പിലുണ്ടല്ലോ വേറെ ബക്കറ്റ്. അത് ഈ തിണ്ടില്ലേ, തിണ്ട് കെട്ടി നനച്ചിട്ട് എന്നിട്ട് പോവാൻ വെച്ചു. തിണ്ട് കെട്ടി അത് നനയ്ക്കണ്ടേ, ചെത്തി തേച്ചത് നനയ്ക്കണ്ടേ, 7 ദിവസം നനയ്ക്കണം. അല്ല ചേട്ടൻ ഇതിന്ന് വെള്ളം എടുത്തിട്ടാണോ നനയ്ക്കാറ്? അല്ലാണ്ട് പിന്നെ ശരി, വെറുതെ അല്ലേ ഇതിലത്തെ വെള്ളം ഇങ്ങനെ വറ്റണല്ലേ? ഞാൻ വെയില് കാരണം കൊണ്ടാ വറ്റണേ വിചാരിച്ചു. ഇത് എന്തൊരു ബുദ്ധിമുട്ടാന്ന് പറയുക ഇതില് വെള്ളം നിറയ്ക്കാൻ. ഞാൻ ചെയ്ത് നോക്കിയാ എനിക്ക് എത്ര ഈസിയാന്ന് നോക്കിയാ. അല്ലാന്ന് ഞാൻ ഈ ഇതോണ്ട് നനച്ചോണ്ട് ഈ ഓസ് കൊണ്ട് നനച്ചൂടെ? ഓസാ? അതിനിപ്പോ ഓസ് അവിടെ പോയിട്ട് മോട്ടർ വിട്ടത് ഇതാക്കി. മോട്ടർ വിട്ടിട്ടുണ്ടല്ലോ എന്റെ ചേട്ടൻ എന്തുട്ടാ ഇരട്ടിപ്പണിയാ കാണിക്കണേ? ഇതേ കണ്ട, ഈ സാധനം കൊണ്ട് ഇത് ഇത് നനയ്ക്കണതാണോ എളുപ്പം, അതോ ആ കുളത്തിന്ന് വെള്ളം മുക്കി കൊണ്ടുവന്നത് നനച്ചിട്ട് പിന്നെ ആ കുളം പോയി ഇങ്ങനെ നിന്ന് നിറയ്ക്കണതാണോ എളുപ്പം? ഏതാ എളുപ്പം? ഇതല്ല നല്ലത്. എളുപ്പം ഇത് തന്നെയാണ് എളുപ്പം. പക്ഷെ വെള്ളം കണ്ടമാനം വേശാണല്ലേ? വെള്ളം വേശാണ്. എനിക്ക് നല്ല ദണ്ണുണ്ട് വെള്ളത്തിന്. ഇപ്പൊ എന്താ വില? ഞാനേ ആ വെള്ളം ഇതെന്ത് ഇങ്ങനെ ഈ വെള്ളം പറ്റണേന്ന് വിചാരിച്ചു. എനിക്ക് ബക്കറ്റിന്റെ ആവശ്യമില്ല. ഞാൻ ഈ ബക്കറ്റ് അവിടേക്ക് കൊണ്ടുപോകാറുണ്ടോ? ഞാനത് വിചാരിച്ചേ ആ പറമ്പിലേക്ക് പോവാന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് ബക്കറ്റും കൊണ്ടേ പിടിക്കണോ പോണേന്ന് വിചാരിച്ചു. വേണ്ട, അവരുടെ അവിടേക്ക് അടയ്ക്കട്ടെ, എപ്പോഴാ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. കണ്ട, ഇനി ഇത് ഈ കുളത്തിലേക്കാണെങ്കിൽ ഓസ് എത്തില്ല. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചീറ്റിച്ച് നിന്നിട്ട് വിരലൊക്കെ ഒരു പരിവോ മനുഷ്യൻ എന്തോരം നേരം വേണമെന്നറിയാതെ പിന്നെ നിറയ്ക്കണമെങ്കിൽ ഒരു വക ഇരട്ടിപ്പണി. ഇത് എങ്ങനെയത് ഇങ്ങനത്തെ ബുദ്ധി വരുന്ന ചേട്ടൻ്റെ തലയിൽ? നിന്റെ അച്ഛൻ്റെ ബുദ്ധിയിലല്ല എനിക്കുള്ളത്. എനിക്ക് ആ റിയാസ് പറഞ്ഞില്ല എനിക്ക് ഒരു ബുദ്ധിയിലാണ്. നിന്റെ അച്ഛൻ്റെ ബുദ്ധിയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞേ. അച്ഛന് സരിതയുടെ അച്ഛൻ്റെ തല ഭയങ്കര തല തന്നെ, നല്ല ബുദ്ധി. അതേസമയം മരുമോന്റെ തല നേരെ തിരിച്ച് അങ്ങനെ എഴുതിയേക്കണേ. മരുമോന്റെ തലേ ഒന്നിനും കൊള്ളാത്ത പേട്ട് തലാന്ന്. അത്ര മോശം തലയൊന്നല്ലേട്ടാ, അത്യാവശ്യം വലിപ്പുണ്ട്. പേട്ട് തലയൊന്നല്ല. വലിപ്പല്ല ഉദ്ദേശിച്ചേ, അതിന്റെ ഉള്ളിൽ വല്ല സാധനം വേണ്ടേ, അതായിരിക്കും ഉദ്ദേശിച്ചത്. ഞാനേ അല്ല ഇതിപ്പോ ഇനി നനക്കില്ല, എനിക്ക് ബക്കറ്റിന്റെ ആവശ്യമില്ല. ഞാൻ അവിടെ മറ്റേ സാധനം നീ നനയ്ക്കുക. ഇങ്ങനെ നനയ്ക്കല്ല സുഖം, ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യം കഴിയും. ഞാനെന്തൊരു വിഡിയ, ഞാൻ ഇന്നലേക്ക് ഇങ്ങനെ നനച്ചോടന്നേ. അതെ, ഈ പുല്ലിന് നനയ്ക്കണേന്റെ ഒപ്പം ഇങ്ങനെ നനച്ചു. കണ്ട, അതെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ലേ. വേണ്ട, ഇനി ഇത് നിറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതിങ്ങനെ പിടിച്ച് നിൽക്കണം കുറെ നേരം. കണ്ട, ഞാനതിൽ തന്നെ എപ്പോഴും വെള്ളത്തിൽ മുക്കി നനയ്ക്കാറ്. ഞാനേ ഓരോ ദിവസം അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം കൂടുമ്പോഴേ നിറയ്ക്കാറേ. ഒരു ദിവസം 3 നേരം നനയ്ക്കില്ല, കാലത്ത് ഉച്ച വൈകുന്നേരം നനയ്ക്കുന്നതൊക്കെ ഇതിന് ബക്കറ്റ് വെള്ളം എടുത്തിട്ട് പോയിട്ട് തന്നെയാ. ഞാൻ ഈ ബുദ്ധി ആലോചിച്ചില്ല ചേട്ടാ. ഞാൻ ഇന്നലെ രാവിലെ ഇന്നലെ വൈകുന്നേരം പുല്ലിന് നനച്ച സമയത്ത് അതിന്റെ കൂടെ ഇങ്ങനെ നനച്ചു. തുറക്കല്ലേ. അല്ല, ഇവിടെ നനയ്ക്കാം. ഇത് നനച്ചിട്ട് പോവാം പറമ്പിലേക്ക് പോകണം. ശരി. നിനക്ക് കാലത്തേക്ക് കൂട്ടാൻ വെക്കാനായിട്ട് സാധനം വേണ്ട? കാബേജ് ആണോ? കാബേജ് പൊടിച്ച് റെഡ് കഞ്ഞി വേണ്ടേ? ഈ ഐഡിയ ഉണ്ടായിരുന്നു, ഞാനിത് ആലോചിച്ചിട്ട്. കണ്ട, അവിടെ ഉണ്ട്. എത്ര സുഖമായിരുന്നു. ഞാൻ ഈ ഓരോ ബക്കറ്റ് എടുത്തിട്ട് പോകേണ്ട വല്ല ആവശ്യമില്ല. നനയ്ക്കല് കഴിഞ്ഞു. പിന്നെ വേനൽക്കാലം നന്നായി നനയ്ക്കും വേണേ. അവിടെ നല്ല വെയിലല്ലേ വരുന്നത്. അപ്പോൾ നിൻ്റെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു.
ഇതൊക്കെ എന്തൊരു ബുദ്ധി, ഇതൊക്കെ സാധാരണ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങളല്ല. ഞാൻ ചെയ്തില്ലല്ലോ. എന്തൊരു ബുദ്ധിമുട്ടല്ലേ ഇതും കൂടെ ഇങ്ങനെ അടച്ചേക്കണത് കാണുമ്പോൾ. ചേട്ടൻ പറയാണേ, ഇത്ര കാലം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുമ്പോൾ പറയേ, അയ്യോ എനിക്ക് വിഷമാവത് കാണുമ്പോൾ, നമ്മുടെ വ്യൂവേഴ്സിന് വരെ വിഷമാവും. അപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ചേട്ടൻ എന്നോട് പറയാം, നിനക്കൊരു കാര്യം അറിയോ, ഇത്ര നാളും നമ്മുടെ വീട്ടിലേക്ക് പൈസ, സാമ്പത്തികം, വരുമാനം അതിൽ കൂടെ വന്നിട്ട് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മളിവിടെ അടച്ച കാറുണ്ട്, ഇനി പോവില്ല, വരുന്നതൊക്കെ തടഞ്ഞു നിൽക്കും. നീ നോക്കിക്കോ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓരോ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തണതേ ഓരോന്നിന്. ഇനിയിപ്പോ എങ്ങടാ, ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ആ പറമ്പിലേക്ക് കിടക്കാൻ ഇവിടെ അങ്ങോട്ട് കിടക്കാൻ വേണ്ടായിരുന്നുള്ളൂ. വേണ്ട, വയസ്സാം കാലത്ത് വല്ല വിലക്കം വരണ്ട. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ഒന്ന് ചുറ്റണമെന്നല്ലോ. ഒരു വഴി മതിന്നേ, ഒരു വഴി 2 വഴിയിട്ട് വേണ്ട പറഞ്ഞ പോലെ. അങ്ങോട്ട് തുറന്നു ചേട്ടാ, ഇവിടെ പൂട്ടിയാ? തുറന്നു കഴിഞ്ഞു. ഒരു സെക്കൻഡ് വേണ്ട നനയ്ക്കാനായിട്ട്. ഞാനിത് ഓരോ പാത്രം എടുത്തെടുത്ത് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. ഇനിയിപ്പോ അതന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട. അല്ല പറയും എന്തിന്? അല്ലെ നമ്മളിപ്പോ പോരായ്മയിൽ നടന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ചേട്ടാ. ഞാൻ എപ്പോഴും നനയ്ക്കുന്നല്ലേ, നീ നനയ്ക്കണത് കാണണ്ട. ഞാൻ കണ്ടിട്ടില്ലെന്ന് നനയ്ക്കണത് സത്യമായിട്ടും. അല്ല ഇവിടേക്ക് ബക്കറ്റ് ആവശ്യമില്ലാന്നിട്ട് ഇവിടേക്ക് ഇപ്പൊ വേറെ ബക്കറ്റ് എടുത്തല്ലോ. പണ്ടത്തെ പേട്ട് ബക്കറ്റ് അല്ലേ, നാശ ബക്കറ്റാണ്. നിനക്ക് കാബേജ് അല്ലേ വേണ്ടോ? കാബേജ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആ ടോണിന്റെ അർത്ഥം എന്നിട്ടാ നിനക്കൊരു കാബേജ് അല്ലേ വേണ്ടത്, കൊണ്ട് പോയേ എന്ന് പറയണ പോലെ. കാലത്ത് റെഡ് കഞ്ഞിയാണ് നമ്മുടെ കാബേജ്. റെഡ് കഞ്ഞിയൊക്കെ വെന്തു ചേട്ടന്റെ. അത്ര വലിപ്പുണ്ടാവില്ലേട്ടാ ഈ കാബേജ്. അയ്യോ ധാരാളം മതി ഇത്. നമുക്ക് എന്തിനാ വലുത്? രാജലക്ഷ്മി ചേച്ചി കൊടുത്ത് അവരെ കൊണ്ടുപോയി വലിയതായിരുന്നു. അയ്യോ കാലും വെച്ചിട്ട് വെട്ടല്ലേ തോട, എന്തിട്ട കാണിക്കണ ചേട്ടാ. ദേ ആ കുറ്റിയും വെച്ചിട്ട് വെട്ടി ചേട്ടാ. ദേ ആ കുറ്റി കണ്ട. അല്ല ഇതെന്തൊരു ചെടിയാണ് ആ പോലെ? അതെന്തിട്ടാണാവോ? ഇത് മറ്റേ തുവരപ്പരിപ്പ് മറ്റേ അങ്ങനത്തെ ഒരു സാധനല്ലേ, അതാണോ? അതല്ല അല്ലേ, നോക്കിയത്. അയ്യോ വല്ല ചൊറിയണ വല്ല സാധനം. ഏത് മറ്റേ സാധനം? ചെറുപ്പത്തിൽ മാത്രല്ല ഇപ്പോഴും കൊലകൊലയായിട്ടുണ്ടാവും. വലിയ കണ്ടമാനായിട്ടുണ്ടാവും, നല്ല നീളത്തില്. ഈ സാധനം എന്നിട്ട് ഇതുകൊണ്ട് എന്തിട്ട് ഉപകാരം, ഉപയോഗം? ഇത് ഇങ്ങനെ ഞങ്ങള് ചെറുപ്പത്തിൽ ഇങ്ങനെ പൊട്ടിച്ച് കളിക്കും. ഇതും ഒരു തൊങ്ങ് പോലെ ഉണ്ടല്ലോ, ചൊറിച്ചിലൊന്നും വരില്ലല്ലോ. ആയിക്കോട്ടല്ല. അയ്യോ വെണ്ടക്കായൊക്കെ മൂത്തു. ഞാൻ പൊട്ടിക്കാണ്ടിരുന്നിട്ട് നോക്കിയേ, ഇതൊക്കെ മൂത്തു. പൊട്ടിക്കൂ, നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാം. ചേട്ടന് മറ്റേ എന്തിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ, ഒരു 4-5 ദിവസമായിട്ട് വെണ്ടക്കായും ഉലുവയും വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് രാത്രി കുടിക്കാൻ. അത് നമ്മളെങ്ങനെയാണ് കഴിക്കണം, ഈ ഷുഗറുള്ളവരെ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? അതൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച എങ്ങാനും അടുപ്പിച്ച് കഴിച്ചാൽ പിന്നെ കുറച്ച് നാൾ, ഒരു മാസം എങ്ങാനും കഴിക്കരുത് കേട്ടോ. അടുപ്പിച്ച് എന്ത് സാധനവും നമ്മളുടെ ശരീരത്തിന് നമ്മൾ പിന്നെ ഫലിക്കില്ല. അത് നമ്മൾ അടുപ്പിച്ച് കഴിച്ചാലേ കുറേ നാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇതുള്ളവർ 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം ഈ 4 വെണ്ടക്കായ ചെറുതായിട്ട് അരിഞ്ഞിടുക, 1 ടീസ്പൂൺ ഉലുവ കഴുകിയിട്ടും ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തലേദിവസം വെക്കുക. പിറ്റേ ദിവസം രാവിലെ അത് ഊറ്റിയിട്ട് ആ വെള്ളം കുടിക്കുക. ഈ ഉലുവയും ഈ വെണ്ടക്കായും കൂടിയിട്ട് കടിച്ച് തിന്നാൻ പറ്റുമെങ്കിൽ അത് കഴിക്കാം. പക്ഷെ അത് കഴിക്കാൻ പറ്റുമോ ചേട്ടാ? ചേട്ടാ കഴിച്ചു നോക്കിയിട്ടില്ല? ഷുഗർ ഒന്നുമില്ല, എന്നാലും പക്ഷെ അത് കഴിക്കുന്നുണ്ട്. വെറുതെ കുറച്ച് ദിവസം കൂടുമ്പോൾ കഴിക്കും. ഭക്ഷണ നിയന്ത്രണമോ വേറെ ഒന്നും ചെയ്യണില്ല. മധുരട്ട കാപ്പി കുടിക്കുന്നുണ്ട്. വേറെ ബേക്കറി പലഹാരം ഒന്നും കഴിക്കില്ല. എന്നാലും വല്ലപ്പോഴും വരെ എന്തെങ്കിലുമൊക്കെ വല്ലതൊക്കെ കഴിക്കും. കാലത്ത് വെണ്ടക്കായ ജ്യൂസ് കഴിക്കുന്ന നല്ലതാണല്ലോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയൊക്കെ പോണപ്പോൾ അപ്പം എന്നിട്ട് ഒരു 4-5 ദിവസം മുന്നേ ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ തന്നെയായിരുന്നു ഷുഗർ. 123 ഉള്ളോ ഫുഡ് കഴിച്ച്, ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂത്ത വെണ്ടക്കായ അതിന് ഉപയോഗിക്കാമെന്ന്. എന്റെ യോഗി നടത്തതിന് തള്ളി പറയരുത്. അതും യോഗി നടത്ത ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യോ ചേട്ടാ? ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കാണാറില്ല. ഈ കിടന്നുറങ്ങണ കാരണം ഞാൻ കാണാത്തത് എന്റെ കുറ്റ. കഴിഞ്ഞ പറഞ്ഞേ
നീ കിടന്നുറങ്ങണത് ഞാൻ കാണാത്ത എൻ്റെ കുറ്റാണ്. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞ ആ ഞാൻ ശ്രദ്ധിച്ചില്ല. ദേവടിന് വെണ്ടക്കായ കണ്ട ആള് ഈ മാവിന്റെ ഈ സാധനം കൊഴിയണ കാരണം കൊണ്ട് എല്ലാ പച്ചക്കറികൾക്കും കറുപ്പ് കളറായി. ഇതൊക്കെ മാറ്റി പുതിയത് നടാറായില്ല ചേട്ടാ. അത് വാഴയുടെ എല്ലാവരും ഒരു കോലം നോക്കിയേ, പച്ചപ്പൊക്കെ പോയി. നമ്മുടെ അയ്യോ ഇത് ഇവിടെ എവിടെയെങ്കിലും വെച്ചോ സരിത? എന്നോട് കിണ്ണെടുക്കാൻ പറഞ്ഞതായിരുന്നു അല്ലേ? ഇതിന്റെ അടുത്ത് പോയിട്ട് വരാം. ഏതിന്റെ ചുണ്ടങ്ങാര അവസ്ഥ, ചുണ്ടങ്ങാര അടിയിൽ ഞാൻ തീയിട്ടിട്ട് ചുണ്ടങ്ങ പോയില്ലോ എന്റെ ചുണ്ടങ്ങ. അപ്പൊ ചുണ്ടങ്ങാര അടുത്തേക്ക് പോയിട്ട് വരാം. എന്തായിന്ന് അറിയണ്ടേ? ഇത് ഇതിൽ വെച്ചോ, ഇരുന്നോടെ പൂമ്പ് കൊണ്ട് പോയാൽ മതി. ഞാൻ നനച്ചു കൊടുത്തിട്ടു നന്നായിട്ട് ചുണ്ടങ്ങക്ക്. 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് കടന്നിട്ടില്ല. അപ്പൊ ചുണ്ടങ്ങി ചോദിക്കുക ചേട്ടനോട്, ചത്തോന്നറിയാൻ വന്നതാണോടാ ചുണ്ടങ്ങ ചേട്ടാ? അയ്യോ ഇതാരെങ്ങനെ മറച്ചിട്ടേ? അത് ഞാനില്ല, അത് ഞാനില്ല. ഇത് ചേട്ടൻ സത്യം പറയും എന്തൊരു ചെയ്തേ? തൊട്ടിട്ടില്ല, ഇത് ആരും മാന്തിയിട്ടുള്ളതാണ്. മാന്തിയതൊന്നുമല്ല, ഇത് ഇങ്ങനെ മറച്ചിട്ടിട്ടുള്ളത് തന്നെയാ, കടക്ക ചവിട്ടിയിട്ട്. കുഴപ്പമില്ലേ? ഇവൻ തീയിൽ കുരുത്തവനാണ്. ഇനിയും ഇതിനെ ദ്രോഹിച്ച് മതിയായിട്ടില്ലേ? ഇല്ലില്ല, ഞാൻ ഇതിനൊന്നും ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ശരീരത്തിൽ കെട്ടു. അപ്പൊ നമ്മുടെ ചുണ്ടങ്ങിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ കടയൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് നനച്ചു? ഇതിന് നനച്ചതിന്റെ ഒരു അടയാളം പോലും കാണാനില്ലല്ലോ ചേട്ടാ. പിന്നെ നനച്ചോ? മരുഭൂമിയുള്ള സ്ഥലമാണ്. അയ്യോ ഇങ്ങോട്ട് മോട്ടർ വിട്ടിട്ടില്ലേ? അപ്പൊ നനയ്ക്കാം. നനച്ചാലോ? കുറച്ച് നേരം നനച്ചോ? ഇതിലേക്കൊക്കെ കടാ, ഇതൊക്കെ നമ്മുടെ അടിപൊളിയില്ലേ? നോക്കിയാൽ കുഴിയിലുള്ള പരിപാടി നോക്കിയാൽ, നമ്മുടെ കുഴിയിൽ നട്ടിട്ടുള്ള കൊത്തമര നോക്കിയാൽ നല്ല വളർച്ചയില്ലേ? വളം ഈ മറ്റേ ഈ നമ്മുടെ കമ്പോസ്റ്റ്, കുഴിയിലത്തെ കമ്പോസ്റ്റാണ് ഇതിന് ഇട്ട് കൊടുത്തോണ്ടിട്ടാ. നല്ല കൂമ്പെടുത്തിട്ടുണ്ടാ. കനത്ത വെയിലിനതിച്ച് അതെ ഇല എന്തിനാ പറക്കി കളയണ? ഇലകൾ അതിൽ കിടന്നോട്ടെ. ആ ഇലകള് ചവറൊക്കെ കൊണ്ട് എല്ലാത്തിൻ്റെയും കടക്കി ഇടാം. ആ വെള്ളം നനയ്ക്കണത് കണ്ട, നനച്ചതിന്റെ പിന്നാലെ ഒക്കെ പറ്റി പോവാ. അപ്പൊ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഈ അസോളയില്ലേ, വളം കുറഞ്ഞു അല്ലേ? ഇതിന്റെ അടിയില് ഇതിപ്പോ നമ്മള് തുടക്കം ചാണം കലക്കിയിട്ടാണ് കൈയിടണ. നോക്കിയല്ല പാമ്പൊക്കെ എടുക്കണ്ടോ? എന്തിനാലും കൊണ്ടേ കൈയിടണേ? ഇല്ലേ, പാമ്പുണ്ടാവില്ലേ? ചാണം കലക്കിയിട്ടാണ് നമ്മള് ഇത് അസോളാരത് ഇട്ടത്, വെള്ളം നിറച്ചിട്ടു. കുറേ പ്രാവശ്യം കോഴികൾക്ക് മീനുകൾക്കൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പൊ നോക്കി ഇതിന്റെ കളർ നോക്കിയാണ്ട, ഇതിന്റെ കളർ നോക്കിയ ഒരു പച്ചപ്പ് കുറഞ്ഞു കണ്ട, ഒരു ബ്രൗൺ കളറായി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ചാണത്തിന്റെ അത് വളം കുറഞ്ഞു. നമ്മൾ നിരന്തരം എടുത്തെടുത്ത് ഇതിന് വളർച്ചയ്ക്കുള്ള ശേഷി കുറഞ്ഞു. അപ്പൊ ഇതിൽ ഈ വെള്ളത്തിൽ ഫംഗസും കുറേ ഇതുകളുണ്ട്, അണുക്കളൊക്കെ ഈ നഖത്തിന്റെ ഇടയിൽ കൂടെ കയറും ശരീരത്തിൽ. അത് അതിലിട്ട് പോയി കൈയിട്ട് അളക്കണ്ട, എന്തുട്ടാ ആവശ്യം ചേട്ടന്? അപ്പൊ ഇതിലത്തെ ഒരു 90% ഞാൻ ഇതെടുക്കും, കോഴികൾക്കും എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ട് ഇതില് ചാണം കലക്കി ഒഴിക്കില്ല. മീൻകുളത്തിൽ ഇടാറുണ്ട്, ഇനിയിപ്പോ മീൻകുളം ഇല്ലല്ലോ അല്ലേ? എന്നിട്ട് അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അന്ന് വെള്ളം അടിച്ചപ്പോ നല്ല വെള്ളല്ലായിരുന്നേ? ആ വെള്ളത്തിന്റെ അവസ്ഥ കാണിച്ചു തരാട്ടാ. ഇപ്പോ 2-3 ദിവസമായില്ലേ അല്ലേ ചേട്ടാ? ഇതില് മാങ്ങയും തേങ്ങ അല്ല, അയ്യോ ഞാൻ പറയുന്നില്ല, ഞാൻ പലപ്പോഴും വിചാരിച്ചു എന്ത് മാങ്ങ തേങ്ങ എന്ന് പറയുന്ന വാക്കേ കുറയ്ക്കാമെന്ന് വിചാരിക്കും. ഇത് കോരി എടുത്തിട്ട് അയ്യോ ഞാൻ നനയ്ക്കാൻ പോവാ. നീ നനച്ചോടെ, എന്തായാലും അവൾക്കൊരു പണി ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ഇതില്ലേ ആ ഒരു പുതിയൊരു ചീരയില്ലേ സരിത? എന്ത് പുതിയ ചീര കെയില അങ്ങനെ എന്തോ അല്ലേ? ചീര എന്താ പേര്? കെയിലെന്ന് അങ്ങനെ എന്തോ ആണ്. തുന്തിരി പറഞ്ഞു അത് അടിപൊളിയാന്ന് സലാഡ് ഉണ്ടാക്കാൻ. അതെ കുറച്ച് വലിപ്പാവണത്ര, എപ്പോഴാന്ന് ഉപയോഗിച്ചു തുടങ്ങാ. വേറെ എവിടേക്കും കൂടി തുറന്നുണ്ടല്ലോ, ഫോഴ്സ് കുറവാ. വേണ്ട ഞാൻ അടച്ചോളാം ചേട്ടാ, അത് ചെയ്തോ. നരച്ച കളറാ ഇതിൽ. പിന്നെ ഈ പ്ലാവിൻ്റെ ഇലയും മാവിൻ്റെ ഇലയൊക്കെ വീണിട്ടേ സത്യത്തിൽ ആ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പറക്കി കളയണം. അസോള നല്ല വൃത്തിയായിട്ട് കിടക്കണേ ടാങ്ക്. നോക്കിയ സാർ ഒരു ബക്കറ്റ് നിറയെ അസോളയാ. ഇനിയുണ്ട് ആ പഴുത്തൊക്കെ പൊട്ടിച്ചു ചേട്ടാ.
പടം രസല്ലേ ആ പാട്ടിന്റെ സമയത്ത്. നമുക്കതിലേക്ക് ചാണം ഒരു ബക്കറ്റ് കലക്കി ഒഴിക്കണം. ചാണം കഴിഞ്ഞു തുടങ്ങി. ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ട് ഒരു വണ്ടി ചാണം കൂടിയും എടുക്കണം. ചാണം കലക്കാനായിട്ട് അതിൽ കലക്കി ഒഴിക്കണേ. ഉണങ്ങി, നല്ല വെയിലുള്ള കാരണം ചാണകം ഉണങ്ങി. അടിയിലത്തെ പച്ച ചാണകമാണ്. അടിപൊളി, നല്ല കനുണ്ട്. ഉണക്ക ചാണകത്തിൻ്റെ പോലെയല്ല, പച്ച ചാണം നല്ല കനുണ്ട്. കൃഷികളൊക്കെ എല്ലാവരും ഒരുവിധമൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇവിടത്തേക്ക്. ഇനിയേ ആ പൈപ്പ് കൊണ്ട് ഇങ്ങോട്ട് വന്നേ. നീ ആ പൈപ്പ് കൊണ്ട് ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ആ സോളയ്ക്ക് ഞാൻ വളം കൊടുക്കാൻ പോണു. കൊണ്ടുപോവാ. കൊണ്ടുവരാം. എനിക്ക് ഇവിടെ നനച്ചോണ്ടിരിക്കണതിൻ്റെ ഇടയിൽ നിന്ന് വരാൻ തോന്നണല്ലേ. അരിക്ക് കുത്തി ഒഴിച്ചേ. അരിക്ക് ഇങ്ങനെ കുത്തി കളിക്കേ. ഇവിടെ തുളസി എന്തോരം മുളയ്ക്കണേ. ആ ഇതിലേക്ക് എടാ മനസ്സിലായോ? എങ്ങനെയുണ്ട്? ഇതാണോ ചേട്ടൻ്റെ ചാണം കലക്കി ഒഴിക്കൽ? ഇത്രയ്ക്കധികം ചാണൊന്നും എനിക്ക് വേണ്ടാട്ടാ. ഒരു ബക്കറ്റ് ചാണൊന്നും വേണ്ട ചേട്ടാ. കുറച്ച് നാൾ കൂടുമ്പോ ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കേ. ഒറ്റയടിക്ക് കുറെ ഒഴിക്കണേനേക്കാളും നല്ലത് അതാ. ഇപ്പൊ ഞാൻ സാധനം പണത്തിട്ട് ഒരു 5 മാസം കഴിഞ്ഞില്ലേ? 5 മാസത്തേക്കുള്ള ഇതാണിത്. ഒറ്റയടിക്ക് അങ്ങനെ ആക്കണേനേക്കാളും നല്ലതേ കുറേശ്ശെ ആഴ്ചയിൽ കലക്കി ഒഴിച്ചാണ്. അവിടെ ഉണ്ടല്ലോ. ഇല്ലേ, കഴിഞ്ഞു. പച്ചാണകം കഴിഞ്ഞു. കഴിഞ്ഞേ വാങ്ങിക്കണം. ഇങ്ങനെ കഴിയാണ്ടിരിക്കുക. അതുപോലെ കൊണ്ടുവന്ന് തട്ടണ ഇത് എന്റെ കൃഷിയിൽ എന്റെ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെ എന്തിട്ടേലും ചെയ്യും. ഇതാണ് ഇതിന്റെ വളട്ടാ. ഇങ്ങനെയാണ് ആ സോള കൃഷി. ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതുപോലെ കുറെ ചാണകം ചേർക്കണ്ടാട്ടാ. കുറേശ്ശെ കലക്കി ഒഴിച്ചാൽ മതി. ഇനി ചെറിയ കഴിഞ്ഞു. ഇതാണ് ഇനി ആ സോളകളെ നിങ്ങൾ വലുതായിക്കോളൂ. ഈ മറ്റേ ചീരിണ്ട്. ജഗന്നാഥൻ വരുന്നുണ്ടല്ലോ. അടിപൊളി. ഇനി അങ്ങനെ വെള്ളാക്കണേ. അതങ്ങനെ ആക്കണം. ഇത് പൂപ്പല് ഇതൊക്കെ കെട്ടി കിടക്കുമ്പോൾ ചേട്ടൻ പറയാം ഇടയ്ക്കിടയ്ക്ക് ഇത് മീതോടെ ഇങ്ങനെ വെള്ളം ഒന്ന് കലക്കി മറക്കണം. കൊണ്ടുപോകാം. കഴിഞ്ഞു. ആ ചുണ്ടങ്ങിക്ക് നനച്ചു കൊടുത്തേ. അങ്ങനെ കൊണ്ടുപോകാം. വലിച്ചു കൊണ്ടുപോകാം. അവിടെ വരെ എത്തും. ചുണ്ടങ്ങി അറിയുന്നത് അതിന് സംസാര ശേഷി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നില്ലേ പച്ചത്തെറി കേട്ടേനെ. വലിച്ചു കൊണ്ടുപോകാം. ഇതിനാരാടെ മറച്ചിട്ട ജഗ്ഗുവാ? ഞാനല്ല, ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. ഇത് മറിഞ്ഞു കിടക്കായിരുന്നു ഈ ചുണ്ടങ്ങ. അങ്ങനെ കണ്ണിയ ചോലില്ലാത്ത ആളല്ല ഞാൻ. അതെ, ഇതിന്റെ കടക്കച്ഛൻ തീയിട്ടേക്കണു. അല്ല, ഇതിന്റെ കടക്ക തീയിട്ടതല്ല, വേറെ തീയിട്ടപ്പോ അതിങ്ങനെ പടർന്നു ഇങ്ങോട്ട് വന്ന് ഇവിടെ നിറയെ ചവറുണ്ടായിരുന്നു. അത് നനയ്ക്കണം. എന്തിനാ? ജഗ്ഗു പറയുന്ന ഒരു സുഖം കിട്ടട്ടെ നനയ്ക്കിങ്ങനെ മോളിൽ കൂടെ. ജഗ്ഗുവിനെ നനയ്ക്കാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കടക്കിലൊന്നും വെള്ളം ഉണ്ടാവില്ലേ ചെടികളുടെ എല്ലാത്തിൻ്റെ തലയൊക്കെ നനഞ്ഞിരിക്കുന്നത് കാണാം. അവൻ്റെ വിചാരം നമ്മുടെ പോലെ ഇങ്ങനെ നമുക്ക് മേലൊക്കെ നനയ്ക്കുമ്പോഴല്ല സുഖം കിട്ടുക. അതുപോലെ സുഖം. എന്നിട്ട് ആ റംബൂട്ടാൻ നന്നായി പൂത്തിക്കണതേ അതിൻ്റെ മോളിൽ കൂടെ നനച്ചു വിട്ടേക്കണം. അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു വന്നുകൊണ്ട് അച്ഛനും കണക്കാം മോനും കണക്കാം. ആ മറക്കത് ഇത് നനയ്ക്കട്ടെ. ഈ കൊത്തമര നനയ്ക്കട്ടെ. അതെ, ഉണ്ണൊരു കാര്യം ചെയ്യൂ. കൊത്തമരാൻ ഇങ്ങനെ നനച്ചു കഴിഞ്ഞാൽ ഇത് നാശവും. അതിലേക്ക് ബക്കറ്റ് കൊണ്ട് ഞാനേ ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റും കപ്പ് എടുത്തിട്ട് വന്നു വെച്ചാ അതെങ്ങനെയാ ഒഴിക്കാറെന്ന് അറിയോ? മനസ്സിലായി. അത് ഈ വെള്ളം ഞാൻ ഒഴിക്കാറ്. ആണോ? ചതൊഴിച്ചോ. കപ്പലണ്ടി അധികം മുളച്ചില്ലല്ലോ അല്ലേ ചേട്ടാ? കപ്പലണ്ടി അവിടെ ഇവിടേക്ക് മുളച്ചുള്ളോ? ഒന്നാമത്തെ ഈ തടം തന്നെ ശരിയല്ല. ഈ തടത്തില് മണ്ണില്ല അല്ലേ? വാഴയാണോ ഇതിന്റെ അടിയിലിട്ടാണ്? മണ്ണുണ്ട് അടിപൊളിയായിട്ട്. നോക്കിയ വാഴ എടുക്കണ്. വാഴയും പിന്നെ ദേ ഇതും ആട്ടും കാട്ടവും. ദൈവമേ, ഇത്രയ്ക്കധികം
ആട്ടും കാട്ടതിൻ്റെ ഉള്ളിൽ പിന്നെ എങ്ങനെയാ അതൊക്കെ നാശമായി പോയിട്ടുണ്ടാവും. എന്തേ ചേട്ടൻ ഇട്ട ഇതുണ്ടല്ലോ കപ്പലണ്ടി, അതൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടാവും. എങ്ങനെ അതിന്റെ അടിയിൽ നിന്ന് അത്രയ്ക്കധികം നനയ്ക്കുമ്പോ ആട്ടുംകാട്ട പുറത്തേക്ക് വരണേ ആ തടത്തില്. ആട്ടുംകാട്ട പൊടിച്ചിട്ടാണെങ്കിൽ അത് ഇനി കുഴപ്പം വരില്ലോ. അളിയെന്തൊരു കുഴപ്പം? ആട്ടുംകാട്ട പെട്ടെന്ന് ദഹിക്കില്ല. ഇത് കെയിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീരയാണ്. കെയിലെന്നല്ലേ പറഞ്ഞേ? നമ്മള് വാങ്ങിച്ചോണ്ട് തന്നെ കേട്ടാ. സലാഡിന് ഉപയോഗിക്കണതാ. പക്ഷെ അത് നട്ടിട്ടില്ല. അത് ലെറ്റ്യൂസ് അല്ല, ഇത് നമ്മുടെ ഇഞ്ചി നട്ടിട്ടുള്ള ഇതാണ് കേട്ടാ. അപ്പൊ ഇതില് ഗ്രോ ബാഗിൽ നടാനാണോ? ഗ്രോ ബാഗിലാണ്. അത് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിന്. അപ്പം ഇതിൽ എല്ലാ വളം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാവോ? ഇത് എന്തിട്ടിടാന്ന് പറഞ്ഞ സലാഡില്ല. സലാഡ് ഉണ്ടാക്കുക ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു. സുന്ദരി പറഞ്ഞുതരും സലാഡ്. ഇത് ഇനി മുരിങ്ങ തൈ നടാണ്ടല്ലേ? മുരിങ്ങ തൈക്ക് മറ്റേ ഇത് കിട്ടണ്ടല്ലോ. അയ്യോ, ഇത് മണ്ണ് കുറവാ ഗ്രോ ബാഗിൽ. മണ്ണ് ഇട്ട് കൊടുക്കാൻ അല്ല തണലിട്ട് വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഞാനേ. ഇഞ്ചിൻ്റെ ഇഞ്ചി ഉണ്ടാ? ഇഞ്ചിയുടെ ഗ്രോ ബാഗല്ലത്. ഇഞ്ചി ഇഞ്ചിക്ക് ആരോഗ്യമില്ല, അതാണ്. ഇഞ്ചി നിന്ന് പറിച്ചതല്ലായിരുന്നു ചേട്ടാ? ഇഞ്ചി കൊറേ ഗ്രോ ബാഗിലെറി. ഇതിന്റെ അല്ലേ അങ്ങോട്ട്. അയ്യോ, എനിക്ക് വെയില് ചൂടെടുക്കണം. ചേട്ടൻ ഇത്ര വെയിൽ കൊണ്ടിട്ട് എന്താ ചേട്ടൻ കരുവാളിക്കാത്തേന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ട്. ഞാൻ വെയില് പുറത്ത് നല്ല വെയിൽ വെച്ച് അകത്തിരുന്നാലും മതി, ഞാൻ കറക്കും കരുവാളിക്ക്. ചേട്ടൻ വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമക്കുക ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നോർമലാവും. ചേട്ടൻ സാധാരണ കളറാവും, കറക്കില്ല. അതെന്താ ചേട്ടൻ കറക്കാത്തേ? ഓരോരുത്തർ ശരീരപ്രതികരിക്കാം. ഒന്നുമില്ല, നനയ്ക്കാലേ. കാബേജ് വെച്ചിട്ട് കൂട്ടാൻ വയ്ക്കാൻ പോയാലേ. അപ്പം അങ്ങനെയാ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് ഇവിടെ നിറയെ ചീരകൾ മുളയ്ക്കുക. ചുമപ്പ് ചീരേ മുളയ്ക്കുന്നുണ്ട് നിറച്ച്. നന്നായി വളർന്നോട്ടെ. അവരോടാണോ? അവരോട് പറയുന്നു. ഈ സാധനം മനസ്സിലായില്ലേ? നമ്മള് ഒരു വെള്ള വലിയ ഇത് എന്നിട്ട് ബീൻസ് എന്നാ പറയാന് മറന്നുപോയി. അങ്ങനെ പേര് ഒരു ഇംഗ്ലീഷ് പടല്ലേ ചേട്ടാ? ജാക്ക് ദ ജയന്റ് സ്ലയർ എന്നങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു ബീൻസ് ഇങ്ങനെ മണ്ണിലേക്ക് വീഴുമ്പോഴത്തേക്കും തന്നെ മുളച്ചിങ്ങനെ പോയി ആകാശത്തെത്തിയിട്ട് അവിടെ നിന്ന് കുറെ മറ്റേ രാക്ഷസന്മാര് പോലുള്ള ഒരു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവരങ്ങോട്ട് ചെന്ന് അതിനെ നശിപ്പിക്കാൻ പോണേക്കും. നല്ല രസാ പടം. എനിക്ക് നല്ല ഇഷ്ടാ സിനിമ. ഞാൻ കുറെ വട്ടം കണ്ടിട്ടുണ്ട്. ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പോട്ടെ കൂട്ടാൻ വയ്ക്കാൻ. ചേട്ടൻ എന്തിട്ട് പണിയുണ്ട്? ആ ചീരനെ നശിപ്പിക്കണം അല്ലേ? അല്ല, അത് കഴിഞ്ഞു. നശിപ്പിക്കലെന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നശിപ്പിക്കുന്നത് കേട്ടോ. ഇത് കണ്ടത് നമുക്കിനി ഈ ചീരയെ നശിപ്പിക്കാം. കണ്ട കംപ്ലീറ്റ് കഴിഞ്ഞാണ്. ഇത് വെടുപ്പാക്കിയിട്ട് ഇവിടെ വേറെ സാധനം നടാനുണ്ട്. അപ്പോൾ ഞാൻ ഈ പണിയിലേക്കാണ് പോവാം. അപ്പോൾ നമ്മൾ ചീരകളെ കളയാനിട്ടാ. ചീര അരിഞ്ഞെടുത്ത് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇതൊരു കോടാനുകോടി വിത്തുകളുണ്ട് ഇട്ട സരിതേ. ഇതങ്ങനെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ വെള്ളം ചെല്ലണോടത്തൊക്കെ അത് മുളക്കുന്നുണ്ട്. അതേ ഒരു മാങ്ങ പൊട്ടിച്ചു തരുമോ? മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ. ഈ കാബേജ് ഉപ്പേരി തന്നെ ഒരു സുഖമില്ല, ഒരു ചൊടിയില്ല. ഒരു മാങ്ങ കൂടിയും കിട്ടിയിരുന്നെങ്കിൽ. മറ്റേ മുളക് പൊട്ടിക്കട്ടെ. അപ്പം സാരിക്ക് ഒരു മാങ്ങ. ഇതേ നിന്റെ കയ്യെത്താൻ ദൂരത്ത് മാങ്ങിണ്ട് കണ്ട. അതെ കയ്യിൽ നിന്ന് പൊയ്ക്കേ. നിനക്ക് ചാടിയെ കിട്ടുമോ നോക്കിയേ. കളിയാക്കിയതാണോ? ചാട് ചാടി വെക്ക്. രണ്ട് ചാട്ടം ചാട്. അത് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കിട്ടില്ല. ചാടിപ്പിക്കണം നേരെ ചേട്ടന് പൊട്ടിച്ചെന്നു. ഈശ്വര അതിന്റെ അടുത്ത് പോലെ എത്തില്ല. ഇനി മുളക് പൊട്ടിക്കാനാ ചമ്മന്തിയിലേക്ക്. ഇഞ്ചി വെണ്ടക്കായ ചേട്ടന് നേരെ ചാടിയാലേ കിട്ടുള്ളൂ. അല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എന്തിട്ടേക്ക് പറയണേ? എന്തോ പറഞ്ഞു. അയ്യോ വെള്ളത്തിന്റെ ഇത് ഇവിടേക്ക് ഇവിടെ ആയിരുന്നു. ഇവിടെ ഉണങ്ങി. അവിടെ കുഴി കളിക്കുക വിടണ്ടോ? ആ സരിത ഒരു മഴ ലക്ഷണം ഉണ്ടല്ലോ. അതുകൊണ്ട് തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര മഴ ഉണ്ടായിരുന്നില്ലേ? ആ മഴയുടെ ലക്ഷണം ഇവിടെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. 2-3 ദിവസമായില്ലേ? പേളി ഏത് പ്രസവിക്കാറായില്ലേ? പേളി സരിതന്നെ മുട്ടി മുട്ടി നിൽക്കണ്ടല്ലോ അവിടെ. അവളെ ഇപ്പൊ ഇവിടെ ഫുൾ ടൈം ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പ്രസവിക്കാൻ പറ്റിയ സ്ഥലം നോക്കി നടക്കാന്ന് തോന്നുന്നല്ലേ പറ്റുള്ളു? ആയിരിക്കും. കണ്ട മറ്റേ മോട്ടർ പെര. നിന്നെ മര്യാദയ്ക്ക് വന്ധ്യംകരണം ചെയ്യേണ്ടതല്ലായിരുന്നേ? എന്നാ നിനക്ക് ഇങ്ങനെ നടക്കണോ? അപ്പോഴത്തേക്ക് നീ ഇവിടുന്ന് മുങ്ങിയിട്ടല്ലേ, ചാടിപ്പോയിട്ടല്ലേ? ഒരു വട്ടം ഇതിനെ കൊണ്ടുപോയതാ. അപ്പം അവർ പറഞ്ഞു മറ്റേ പറവട്ടാനിയിലേക്കാണേ കൊണ്ടുപോകേണ്ടത് ഈ വന്ധ്യംകരണമൊക്കെ ചെയ്യുക. അപ്പോൾ പറഞ്ഞു വരെ വളർച്ച മുഴുവനായിട്ടില്ല, 3 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ ഇവളെ കിട്ടിയാണല്ലേ, ഇവള് ചാടിപ്പോയില്ലേ? അല്ലെങ്കിൽ ഇവളെ അന്ന് വന്ധ്യംകരണം ചെയ്യേണ്ടതായിരുന്നു. ഒരാഴ്ച അല്ലേ ചേട്ടാ? ഒരാഴ്ചക്കുള്ളിലൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലേ? ഒരാഴ്ചക്കുള്ളിയാവും. ജില്ല മറ്റേ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഈ മൃഗാശുപത്രി, അവിടേക്കാ കൊണ്ടുപോയത്. ഇത് കോഴികൾക്ക് ഗർഭിണിയായ കാരണം കൊണ്ട് അങ്ങോട്ട് വരുമ്പോ പാലും ഓരോ കോഴിമുട്ട വെച്ച് കൊടുക്കാറുണ്ട്. അതാണ് അവള് വരണ എന്നെ മുട്ടിക്കൂടി നിൽക്കണത്. പാവം. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കുഴപ്പമില്ലാണ്ട് നടക്കണണ്ട. അതതിന് ചേട്ടപ്പ പൂട്ടാൻ നോക്കണില്ലല്ലോ. അത് കാരണം ഒന്ന് പൂട്ടിട്ട് നോക്കിയേ. പിന്നെ ഈ ഏരിയയിലേക്ക് വരില്ല അവള്. സരിതേ, ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടാ? പഴഞ്ചൊല്ലല്ല, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതിന് പേളിയുടെ കാര്യത്തില് അവള് അതുപോലെ പറഞ്ഞുകൊണ്ട് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ആ ചേച്ചി നോക്കണ്ടല്ലോ, എന്തോ പറയാണ്ട. പാളേട്ടാ, പാളയെന്ന് പറഞ്ഞ കവുങ്ങിന്റെ ഒരു സാധനം നോക്കിയാ തൊപ്പിച്ചിട്ട് ഇവിടെ നോക്കിയ പിന്നില് നടക്ക് നടക്ക് നടക്കേ, നേരെ നടക്ക് നേരെ നടക്ക്, നേരെ നടക്ക്. ഓരോ കോമാളിത്തരം കാണിച്ചിട്ട് നേരെ നടക്കാതെ പോയി. എന്നിട്ട് ഞാൻ ഇത് വെക്കണേ നിനക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ. വെയില അവിടെ ആയിരുന്നു, ഇവിടെ വെയിലൊന്നുമില്ലേ ചേട്ടാ? അവരവരുടെ തലയിൽ വെച്ചൂടെ? അല്ല എന്തിനാ ബാക്കിലേക്ക് വന്നേ? കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ. ജഗു ബാക്കിൽ തുറന്നേ. ചേട്ടാ, ഇതാണെന്ന് കോഴികൾക്കുള്ള തീറ്റ. ഇഷ്ടം പോലെ സാധനം. ചിന്തൂരൊക്കെ പുതിയ ചിന്തൂരൊക്കെ ഇട്ട് അടിപൊളിയാക്കിണ്ട് ഭംഗിയാക്കി. മുട്ടയിട്ടുണ്ടാ? വല്ല മുട്ടയിട്ടുണ്ടാ? ചാത്തൻ പറയുന്നേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനായിട്ട് സാധനം. അയ്യോ, ആ സോളവിടെ നിർത്തില്ല, അടുക്കാം. അതൊരു ഒരു ബക്കറ്റ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, അപ്പം ഇനി കഞ്ഞി പല്ലേച്ച് അല്ല അപ്പം ഇനി കഞ്ഞി കുടിക്കാം. നമ്മൾ കുളിക്കാമെന്ന് വിചാരിച്ചേ, പക്ഷേ കുളിക്കുന്നില്ല. ഇനി അങ്ങോട്ട് പോകണം. സരിത കഞ്ഞി കൂട്ടാനും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കുളിക്കാനുള്ള ക്ഷമയില്ല. 100% തവിട് ഉള്ള കഞ്ഞി. ഇത് നമ്മുടെ ഇപ്പോഴത്തെ കാബേജ് തോരൻ. ഇനി ഒരു മാങ്ങ ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. മൊരമരാ കഞ്ഞി കണ്ടോ? മാങ്ങ ചമ്മന്തി അത് ഇരിക്കട്ടാ മതി. അത്ര അത്ര കേട്ടോ, അടിപൊളി. അതെനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങൾക്ക് വേണം. കഞ്ഞി കുടിക്കുമ്പോൾ ചോറിനുമ്പോൾ
ഞാൻ ഉണ്ട്. ഇല്ല പോവാ ഏയ് പോവാ. ഞാൻ തമാശ പറഞ്ഞാട്ടാ. അപ്പൊ ഞാൻ കഞ്ഞി കുടിക്കട്ടെ.